നഷ്ടമുണ്ടാവുക, സമ്പത്ത് നഷ്ടപ്പെടുത്തുക, ഞാൻ സൂചിപ്പിച്ചു, ഞാൻ വിശദീകരിക്കണില്ല. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. യഥാർത്ഥ ഉടമസ്ഥാവകാശം ഉണ്ടാവുന്നതിന് മുമ്പ് സാധനങ്ങൾ വെക്കാൻ പാടില്ല. അപ്പൊ ഊഹം, ലന്ന് എന്ന് പറയുന്ന സാധനം, ഒരു സാധനം ഉണ്ട്, കൊണ്ടുതരാം, പൈസ തരൂ എന്നൊന്നും പറഞ്ഞാൽ എന്തില്ല. എന്താണ് സാധനം, അത് ഹലാലാണോ ഹറാമാണോ, അതിന്റെ വാല്യൂ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാവാതെ ഒരു പൈസയും ഒരാളും ചെയ്യരുത്. ശരി, ഇത് നമ്മൾ എത്ര പറഞ്ഞാലും, ഖുർആൻ പഠിച്ചാലും ഹദീസ് പഠിച്ചാലും എത്ര ഖുതുബ കേട്ടാലും പിന്നെയും നമ്മളെ സമ്പത്ത് എന്ത് ചെയ്യും, കൊണ്ടുപോയി നഷ്ടപ്പെടുത്തും. അപ്പൊ സമ്പത്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ള മനുഷ്യന് അവന്റെ ജനുവിനായ ആഗ്രഹം അതിങ്ങനെ ഒരുമിച്ച് കൂട്ടുക. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോട് അതികഠിനമായ സ്നേഹമുള്ള ആളുകളായിരിക്കും അധികം. ഹുബ്ബുദ്ദുന്യ, മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സമ്പത്തിനോട് ആർത്തി ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് പൈസക്കാരനാവാനാണ് നോക്കുക. റിസ്ക് ഇല്ലാത്ത സമ്പാദ്യം ഇല്ല ഇസ്ലാമിൽ, ഇല്ല. കാരണം പ്രോഫിറ്റ് നിങ്ങൾ എന്തിനാ വാങ്ങണേ, റിസ്കിനാണ്. അതിന്റെ വാല്യൂ നിങ്ങൾ കണക്കാക്കുക റിസ്കിനാണ്. അങ്ങനെ ഇല്ലാതെ സമ്പത്ത് ഉണ്ടാവുക എന്ന് പറയുന്നതിന്റെ എന്തുണ്ടാവും, അബദ്ധങ്ങൾ സംഭവിക്കും, ഹലാലും ഹറാമും നോക്കൂല. അതുകൊണ്ട് തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം, വളരെ ജാഗ്രത പാലിക്കും. മറ്റൊന്നാണ് ലോണുകൾ, അനിയന്ത്രിതമായ ലോണുകൾ. ഏത് കാര്യത്തിനും എന്ത് ചെയ്യാം, നിസ്കരിക്കുന്ന ആൾ, നോമ്പൊൽക്കുന്ന ആളൊക്കെ ലോണിന്റെ കാര്യത്തിൽ അയാൾ ഉദാഹരണമായിരിക്കും. ഏത് ബാങ്കിലും പോയി ലോണുണ്ട്. ചിലതൊക്കെ മൊത്തം മൂറ്റണ ബാങ്കുകളുണ്ട്, പലിശ അധിഷ്ഠിതമായ ബാങ്കുകളുണ്ട്. ഇപ്പൊ അത് മാത്രമല്ല, ലോൺ ആപ്പുകളുണ്ട്. ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. RBI അംഗീകരിച്ചതല്ലാത്തതുമായ ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പിൽ നിന്ന് 10-20 വയസ്സായ ആളിങ്ങനെ ലോൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ അയാൾക്ക് കൂട്ടാൻ കഴിയില്ല. പിന്നെന്താ ചെയ്യുക, സ്യൂസൈഡ് ചെയ്യും, ആത്മഹത്യ ചെയ്യും. കേരളത്തിൽ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ആത്മഹത്യയിൽ ഒരു കാരണം ഏതാണ്, ലോൺ ആപ്പുകളാണ്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എന്ത് ചെയ്യാൻ, എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ലോണുകൾ, ധാരാളം ലോണുകൾ എടുക്കുക. ലോൺ എടുത്ത് വീട് വെക്കുക പലിശക്ക്. ആ വീട്ടിൽ നിങ്ങൾ നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം, ഖുർആൻ പാരായണം ചെയ്തിട്ട് എന്താണ്, പലിശയാണത്. ലോണൊരു പാവപ്പെട്ട മനുഷ്യന് ചോറ് തൊലിക്കാതെ കിടക്കാനൊരു വീടില്ല, ആ മനുഷ്യൻ ബാങ്കിൽ പലിശക്ക് ലോൺ എടുക്കാൻ പോയാൽ അതിന്റെ കുറ്റക്കാരാരാണ്, ആ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരാണ്, ആ നാട്ടിലെ മഹല്ല് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഒന്നാമത്തെ ഉത്തരവാദിത്തം ടാപ്പ് പൊട്ടിയ മാറ്റലല്ല, പലിശ ആളുകളെ രക്ഷിക്കലാണ്. പള്ളിക്ക് വരുമാനം ഉണ്ടായ ചെയ്യുന്നതാണ്, മിനാരൊന്ന് പൊളിക്കുക, അത് വേറെ മിനാരാക്കുക, ഇങ്ങനെയാണ് ആളുകൾ ചെയ്യുക. കാർപ്പറ്റ് ഒന്ന് പോരാ തോന്നുമ്പോൾ നല്ല കാർപ്പറ്റ്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ മഹല്ലിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാള് പലിശാധിഷ്ഠിത സ്ഥാപനത്തിലേക്ക് പോയാൽ അയാൾക്ക് പലിശ ഇല്ലാതെ കടം കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ആരൊക്കെ വിശ്വാസിയുണ്ടോ അയാളൊക്കെ കുറ്റക്കാരാണ്.